ഇത് ആദ്യം ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താ എന്നിട്ട് മതി അടുത്ത പ്രസ്റ്റീജ് ഇഷ്യൂ. നൈറ്റ് ക്ലബ് വീട്ടിലെ പേരെന്താ? ഇവിടെ നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഡ്രിങ്ക്സ് എല്ലാം ഉണ്ടല്ലേ ഇവിടെ? എന്റെ ഇപ്പോഴത്തെ അണ്ണ ഇങ്ങോട്ട് വന്നാണ്. അണ്ണ ഇങ്ങോട്ട് തന്നെ പറഞ്ഞുതരാം. അണ്ണ ഇതിലോട്ട് കണ്ണങ്ങോട്ട് വെച്ചിട്ടേ നമ്മുടെ ടോട്ടൽ മണി ഏണ്ട് ഒന്ന് നോക്കി ഒന്ന് കൂട്ടി നോക്കിയേ. എന്റെ അതിൽ ഫസ്റ്റ് കിടക്കുന്ന ടോട്ടൽ മണി നീല പറഞ്ഞ ഇവിടെ നിനക്ക് ടോട്ടൽ മണി സ്പെൻഡ് യൂണിറ്റ് 10 61 കോടി മുടക്കി 121 കോടി ഉണ്ടാക്കിയല്ലേ? ഇത് കൂടാതെ എത്ര കോടി കൊടുത്തായിരുന്നു ഇതിന്? 1300 ഇപ്പൊ ഒരു 40 കോടി കിട്ടുള്ളൂ. കാശൊക്കെ നമ്മള് കൊയ്യൂല അണ്ണാ. 1300 സിറ്റിയിലുള്ള എല്ലാ പമ്പും അടച്ചിടും. 1300 കോടി ഈ പമ്പിൽ നിന്ന് ലാഭം കിട്ടണമെങ്കിൽ സിറ്റിയിലെ എല്ലാ പമ്പും അടച്ചിട്ട് ആൾക്കാരെ കത്തി വെച്ചിട്ട് ഇവിടുന്ന് വേറെ ഒരു പമ്പ് വേണ്ട അണ്ണാ. ഞാൻ ഇടക്കിടക്ക് മുതുക്കില് നമ്മുടെ ജോണിയോമന്റെ പമ്പിൽ ഇടക്കിടക്ക് പോയിട്ട് വണ്ടിയൊക്കെ ഇടിച്ച് പൊട്ടിച്ച് കത്തിച്ചിട്ട് അവിടത്തെ ഇത് ബ്ലോക്ക് ആക്കുക. അപ്പൊ ആൾക്കാർ ഇവിടുന്ന് അടിക്കും. നമ്മൾ പമ്പ് ആരാ മേടിച്ചേ? ജോണിയോമന്റെ അതല്ലേ പറഞ്ഞ ഇടക്കിടക്ക് ഞാൻ അത് അടപ്പിക്കും. ഇടക്കിടക്ക് ബ്ലാസ്റ്റ് നടത്തോളൂ. ഇവിടെ ഒരു ടി വി ഫ്യൂല് വെക്കാൻ ഇനിയും എത്ര സമയം വേണം? എവിടെ പോണ്? ശബരിമല വരെ അണ്ണനോട് വരുന്നുണ്ടോ? ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് പോകും മലക്ക്. എടാ ഇനാഗുറേഷന് പോവാ, വാ അങ്ങോട്ട്. ആ പമ്പ് ഫോർ സെയിലാണ്. എടാ ചന്ദ്ര മുതുക്കിലെ പമ്പ് സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുക. വെച്ചിരിക്കുവാന്ന് ഞാൻ അറിഞ്ഞു. ഇല്ല അണ്ണാ, അത്ര ലാഭമുള്ള പമ്പ് അത് ലാഭം ഇല്ലെന്ന്. കീരിയൊക്കെ കാണിക്കുന്നത് ഞാൻ മേടിക്കും. അതായത് അതെന്റെ പ്രസ്റ്റീജാണ്. 3000 കോടിക്ക് മേടിക്കണത്. അതോ പന്ന പൊലയാടി നിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഈ കിടക്കുന്നത്, മനസ്സിലായ? ഇത് ആദ്യം ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താ എന്നിട്ട് മതി അടുത്ത പ്രസ്റ്റീജ് ഇഷ്യൂ. വീട്ടിൽ കയറി ഇറങ്ങി തുടങ്ങി. അണ്ണാ യു ഹാവ് എ മെസ്സേജ്. വീട്ടിലെ കറണ്ട് ബില്ല് ഫോർവേഡ് ചെയ്ത് തന്നു. പിന്നെ നീയൊക്കെ എന്ത് വിചാരിച്ച മോഹൻലാല് മറ്റുള്ള സിനിമയ്ക്കകത്ത് ചെയ്തതുപോലെ 1500 കോടി വരെ എന്റെ അക്കൗണ്ടിൽ അയക്കുമല്ലോ. വീട്ടിലെ കറണ്ട് ബില്ല് വന്നു, അതിനാണ്. അണ്ണാ യു ഹാവ് എ മെസ്സേജ്. You have a message. 10 lakh crore 10 crore. 12 കോടി വന്നു. ഇനാഗുറേറ്റഡ് ബൈ മിസ്റ്റർ ടിവിയെ പരിന്തോഷം. അയ്യോ അത് വാങ്ങിക്കാൻ പറ്റില്ല. എന്നെ വിളിക്കുക, പമ്പിൽ വരിക, കാശ് എടുക്കുക. ഇനി 7094. അതെ. എടാ 7094 മാർക്ക് ചന്ദ്ര. ആരാ? എവിടെയാണ്? 7094. എന്റെ പോയ 2 കോടി തിരിച്ചു പിടിക്കാൻ 5 കോടി മുടക്കാനോ മടിയില്ലെന്ന്. അതെ. ഇവിടുത്തെ എസിക്ക് എന്തൊരു തണുപ്പാണ്. മാർക്ക് ചെയ്തോ ചന്ദ്ര, മാർക്ക് ചെയ്തോ? 7094. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ചെയ്തല്ലേ ഒടാകുന്നേ.
നേരെ വാ T/GPS ആണല്ലേ ഇവിടെ. ഞാൻ എല്ലാം മറന്നുപോയി ഗൈസ്. ഗൈസ് ഇന്നൊരു 3 ഇനാഗുറേഷൻ കാണാൻ നിങ്ങൾ റെഡിയാണോ? ചിലപ്പോ ഒരു 1 മണിയൊക്കെ ആവും കേട്ടോ. 3 കടയൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് വേണം എനിക്കിന്ന് പോവാൻ. ഒരു വണ്ടി പോക്കണം കേട്ടോ, എന്തോ ആ വഴിക്ക് പോയി. പൊട്ടലല്ലേ ഈ റൂമിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഈ ഫേസ് ക്യാം പരിപാടിയൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. ഈ റൂമിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇത് ചെയ്യണം. പണി ഓൺലൈൻ നടത്തണേ, ഇതൊക്കെ ഓൺലൈൻ നടത്തണം. ഓൺലൈൻ എന്ത് വീഡിയോ കോളില് എന്ത് പരിപാടിയൊക്കെ ഉദ്ഘാടനമൊക്കെ. ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കണം. ഇത് കഴിഞ്ഞില്ല. 7094 ഒക്കെ കഴിഞ്ഞില്ലേ? നിന്റെ മാർക്കൊന്നും എനിക്ക് കാണുന്നില്ല. 7094 അണ്ണാ പുറത്തൊന്ന് ശ്രദ്ധിക്കണേ. പുറത്തൊന്ന് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് ഇടക്കിടക്ക്. ഒന്നും വന്നില്ലല്ലോ. നീ വല്ല വെച്ചോ? ജീപ്പേ ഒന്ന് ശ്രദ്ധിക്കണേ ചിലപ്പോ. എനിക്ക് ജീപ്പേ ഇല്ല. ഇല്ല എന്താ? അപ്പൊ ഫോൺ പേ പറ്റില്ല തന്നെയാണാ? നീ വല്ല അയച്ചോ? ഞാൻ അയച്ചില്ല. എനിക്കല്ലേ പറയണ്ടേ അയക്കാൻ. പിന്നെ നീ എന്താ പറഞ്ഞത് നോക്കാൻ? അല്ല ഒരാൾ അയക്കും ചിലപ്പോ. ഒരുമിച്ച് കയറേ. അതെ ഒന്ന് ശ്രദ്ധിക്കാമോ പുറത്ത്? എവിടെ നോക്കണ്ടേ? അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട്. ഇതാരാ? നിഖിൽ ഷാജു. നമ്മുടെ ഒരു അവയനാണ്. നിഖിൽ ഷാജു ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10,000 rupees. What the fuck? കേട്ടോ ആയിരം. എടാ വണ്ടിയെല്ലാം വന്നോ ബ്രോ? താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട് മാൻ. കർണൂലിലുള്ള പൈസ ഇതൊക്കെ ആരാടാ? നമ്മൾ എങ്ങോട്ടാ പോകണ്ട? ചന്ദ്രൻ എവിടെ നിൽക്കി? ഹലോ ഗൈസ്, താങ്ക് യു. ഞാൻ തന്നെ വസ്തു അതെ എവിടെയാണ് നമ്മുടെ ക്ലബ്? ഇതാണ് ക്ലബ്. ഏത് ബോർഡ് നോക്കട? മേളത് മോഡ് കാണുന്നില്ല. ഒരു സെക്കൻഡ്. ഓ നൈറ്റ് ക്ലബ് സാബ്ഗുരു അസോസിയേറ്റ്. ഓ വിഷയ കണ്ട് കണ്ട് സാബ്ഗുരു. നമുക്ക്
അതല്ല പുറകിലാണെന്നോ? പുറകിലെന്ത് ബോർഡ്? അതല്ല പൊട്ടാണോ? എന്താ നിങ്ങ എന്തിനെ പറ്റി ഇവര് പറയണേ? ഓപ്പോസിറ്റ് മേളില് നോക്ക്. ജോയിൻ ദ പാർട്ടി ക്ലബ് ലൈറ്റ് മ്യൂസിക്. ഞാൻ ഇപ്പഴാ കണ്ടത് കേട്ടോ. അള്ളേ എന്ത് ഈ അച്ചപ്പെട്ടി ഓൾറെഡി ബ്രിജുവിന്റെ അച്ഛനെ കാര്യം നിക്കുന്നേ. സേഫ്റ്റി അണ്ണന്റെ സേഫ്റ്റി എല്ലാം അറിയലോടാ കണ്ണ നിനക്ക്. ഇവിടെ വരാറുണ്ടാ? ഓ ചന്ദ്രു വരട്ടെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ആ നീ എന്തിനാ വന്നേ ഇവിടെ? ഒറ്റയ്ക്കാണോ? ഞാൻ പെമ്പിള്ളേരെ കൊണ്ട്. ഇതാണ് സാബ്ഗുരുവിന്റെ എല്ലാം മദ്യം കണ്ടപ്പോഴേ അങ്ങ് കേറി. ഞാൻ സീറ്റിംഗ് ഒക്കെ നോക്കിയതാടാ. പറഞ്ഞോ. ഒന്നും വേണ്ട തൽക്കാലം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റണം. ഡാൻസ് കളി എന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് കൈ വെക്കണ. പബ്ബി വന്ന ഡാൻസ് കളിക്കണം. ഒരു ഡാൻസ് കളിച്ചിട്ട് കൈ വെക്കണം. ഞാൻ അവിടെ പെട്ടുപോയിട്ടാ. ഇങ്ങനെ നിക്കല്ലേ, പച്ചക്ക് നിക്കല്ലേ. ആൾക്കാരല്ലേ ഇവിടെ മൊത്തം. വിഷൻ പ്രശ്നമുള്ളവർ ഗ്രാഫിക്സ് റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. വീട്ടിലെ പേരെന്താ? ഇവിടെ കണ്ണാപ്പി എടാ കണ്ണാപ്പി എന്താണ് അത് ബോട്ടായിരുന്നോ? അണ്ണാ വാസമ്മ അണ്ണന് അനങ്ങാൻ പറ്റൂലേ? DJ കാണല്ലോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട നിന്റെ ആളത്. നിന്നോട് അഭിപ്രായം പറയാൻ. ആരൊക്കെ വന്നിട്ടുണ്ടോ നോക്കണ്ട. ഇവിടെ എങ്ങനെ
SRR മെമ്പേഴ്സിനെ വിളിച്ചിട്ടുണ്ടോടാ? കണ്ണാപ്പിയെ വെറുതെ ഇതിന്റെ ഇടയ്ക്ക് അടി ഉണ്ടാക്കല്ലേ. എടാ, ഞാൻ അടിയൊന്നും ഉണ്ടാക്കിയില്ലടാ. ഹലോ, ഇല്ല പ്രശ്നമില്ല. കേൾക്കാമോ? ഞാൻ മൊത്തം കണ്ടു. ഇതൊക്കെ ബോട്ടല്ലേ ബൈ ഹലോ ഇവിടെ ഡ്രിങ്ക്സ് ഒന്നും ഇപ്പൊ തൽക്കാലമില്ല. എല്ലാം ഡ്രിങ്ക്സ് എല്ലാം മറ്റേ അവിടെയാണ്. മറ്റേ അവിടുത്തെ ബട്ട് കൊള്ളാം കേട്ടാ. ഇവിടുന്ന് മേടിക്കാനൊക്കെ പറ്റുമല്ലേ? അല്ല ഇനിയുണ്ട് ഇനിയുണ്ട് ഓ പറ്റും പറ്റും പറ്റും. ഇനിയുണ്ട് ഇനിയുണ്ട്. ബാബാ ഇത് പക്ഷെ മര്യാദക്ക് കൊണ്ടുപോയ അടിപൊളിയായിരിക്കും കേട്ടാ. ഇത് മര്യാദക്ക് കൊണ്ടുപോയാലേ. അല്ല അങ്ങോട്ടില്ല ഇനിയുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അതോ പിന്നാടി പബ്ബില് വരുന്നു, അടി സെറ്റ് ആവുന്നു. വന്നോ വന്നോ. സദ്ഗുരു എന്നോട്ടാണ് സാധനം സ്റ്റോക്ക് ആയി തുടങ്ങുന്നത്? സാധനം കയ്യിലിപ്പോ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് എന്തായാലും മിസ്റ്റർ എക്സിൽ ചെറിയൊരു പ്രശ്നം. ആണോ? ഇടയില്ലതാ മേലെ സാധനോട് സംസാരിച്ചോണ്ടിരിക്കാണ്. പക്ഷെ അയലന്റ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ നമ്മുടെ അടുത്ത് 17 ടൈപ്പ് ഡ്രിങ്ക്സ്. 17 ടൈപ്പ്. അതെ. ഇത് ചെറിയൊരു ഭാഗമാണ്. ഇവിടെ നമ്മൾ നിങ്ങൾക്കായിട്ട്, അതായത് നിങ്ങളെ ഗ്യാങ്ങിനായിട്ട് ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്യാങ്ങിനോ? അതെ അതെ അതെ. ടിവി, ദിസ് ഈസ് ടിവി റൂം. അങ്ങോട്ട് വരുമ്പോ ഞാൻ പറയാം. അങ്ങോട്ട് വരുമ്പോ പറഞ്ഞു. This is only for TV. Exclusive ആണ്. ഇവിടെ നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഡ്രിങ്ക്സ് എല്ലാം ഉണ്ടല്ലേ ഇവിടെ? ഇവിടെ നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഡ്രിങ്ക്സ് എല്ലാം ഉണ്ടല്ലേ ഇവിടെ? ഇതെന്താ? ഇതെന്താ എക്കോ? ഇതെന്താ എക്കോ? ഹലോ ഹലോ ഇതെന്താ എക്കോ കേൾക്കുന്നേ? എക്കോ വരുന്നേ? ഹലോ സ്പീക്കറിലെന്ന് പറഞ്ഞു. സ്പീക്കറിലെന്ന് പറഞ്ഞു. അത് സ്പീക്കർ ആർ യൂസ് ചെയ്ത് സ്പീക്കറിലെന്ന് പറഞ്ഞു. സ്പീക്കറിലെന്ന് പറഞ്ഞു. അത് സ്പീക്കർ ആർ യൂസ് ചെയ്ത് സ്പീക്കറിലെന്ന് പറഞ്ഞു. സ്പീക്കറിലെന്ന് ഇപ്പൊ ശരിയല്ലേ? ഇപ്പൊ ഓക്കെയോ? ഇപ്പൊ ഓക്കെയോ? ഇപ്പൊ ഓക്കെയോ? ഇങ്ങോട്ട് ഇങ്ങോട്ട് വാസോണ്ട് ഇങ്ങോട്ട്. അതെ, വാസോന്റെ സൗണ്ട് എക്കോ കേൾക്കുന്നുണ്ട്. അത് അവരുടെ സ്പീക്കറിൽ നിന്ന്. എടാ നമ്മുടെ റൂം കണ്ടോ നീ ഇവിടെ? സ്പീക്കറിൽ നിന്ന്. ഹലോ, കാണാൻ വേണ്ടി ഒന്ന് അയ്യോ സുഖമാണ്. ഇതാരായിരുന്നു? ഓ റാഷ. പെട്ടെന്ന് മനസ്സിലായില്ല റാഷയെ കണ്ടിട്ട്. കണ്ടിട്ട് കൊറേ നാളായി. അതെ അതെ അതെ. റാഷയ്ക്ക് സുഖമാണോ? ഓ സുഖം. മറ്റേ കൂടെ ഒരുത്തിന് എപ്പോഴും ഉണ്ടാവല്ലോ. എന്ത് ചെയ്യും? അവനെ കണ്ടില്ല. നിങ്ങളോടല്ലേ വന്നത്? ഞങ്ങൾ കൂടെ വന്നത്. അത് കഴിഞ്ഞ ഇത് പരസ്യമായി കേട്ടോ. അണ്ണൻ പറയുന്ന പരസ്യമായി. എന്താടാ ചന്ദ്രന്റെ പണിയാ പറയുന്നത് പരസ്യമായി. ഞാൻ പറയുന്നത്? പരസ്യമായെന്നാ? അതെ, എന്ത് പരസ്യം? അണ്ണന്റെ തത്സമയം കാണാൻ ഞാൻ അണ്ണന്റെ ലിങ്ക് ഒന്ന് താഴെ ക്യാമറ റൂമിൽ പേസ്റ്റ് ചെയ്തതാ. ടിവിയിൽ എക്കോ അടിച്ചതായിരിക്കും. പരസ്യോ? വളരെ നന്നവനാടാ നീ. വളരെ നന്നവനാടാ നീ. വളരെ നന്നവനാടാ നീ. എനിക്ക് എക്കോ അടിച്ചേ. എടാ കണ്ടമ്പൂരി ചന്ദ്ര, നിനക്ക് എന്തിന്റെ കഴയാടാ? പറ്റണില്ല അണ്ണ. ഹലോ ഹലോ വാസണ്ണ. ഹലോ വാസണ്ണ പറഞ്ഞോ. ഇതെങ്ങനെ
ഗ്രാഫിക്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാം? എസ്കേപ്പ് മസിൽ ഞെക്കിയോ? എസ്കേപ്പ് മസിൽ ഞെക്കിയോ? അവിടെ സെറ്റിംഗ്സ് മസിൽ കണ്ടോ? അല്ല അതല്ല അല്ലാണ്ട് എങ്ങനെ? അതാണല്ലേ ഗ്രാഫിക്സ്. മറ്റേ സ്റ്റോറി മോഡ് ഒന്ന് ഓഫ് ചെയ്യണം എന്റെ മൈക്ക്. കറണ്ട് പോടാ എന്റെ. സ്റ്റോറി മോഡ് അൺലോക്ക് ചെയ്താൽ അപ്പം ഗ്രാഫിക്സ് F8 ആക്കിയിട്ട് അതില് ഗെയിം അതില് ലോഞ്ച് ആക്കിയിട്ട് സിംഗിൾ SP ആക്കിയിട്ട് സ്റ്റോറി മോഡ്. മിക്കവാറും എന്റെ ലൈവ് ഓഫ് ആയി പോവാ. എന്റെ ലൈവ് ഓഫ് ആയി പോവാ മിക്കവാറും. കറണ്ട് പോയി എന്റെ. ഞാൻ AC ഒന്ന് ഓഫ് ചെയ്തോട്ടെ ഒരു സെക്കൻഡ്. നല്ല ഐറ്റം ഇവിടെ ജസ്റ്റ് നമ്മുടെ ഇനോഗ്രേഷൻ മാത്രമേ ഉള്ളൂ. അവിടെ ഫുള്ള് പരിപാടികള് മ്യൂസിക് എല്ലാം ഉണ്ട്. അണ്ണൻ പറയുന്ന മൊത്തം ഇവിടെ കേൾക്കാം. ഇത് ഇതിനകത്ത് വെളിയിൽ ഇറങ്ങിയ സെറ്റ് ഇതിനകത്ത് വെളിയിൽ ഇറങ്ങി അണ്ണന്റെ ലൈവ് ടിവിയിലൊന്നും ഇട്ടേക്കുവാ. അണ്ണൻ കറണ്ട് കൂടുതൽ ബെറ്റർന്നോ? കൂടുതൽ ബെറ്ററിന്റെ അല്ലടാ, ഇൻവേർട്ടർ വീണ്ടും അടിച്ചു പോയി. അത് എന്താ ഇവിടുത്തെ ഇൻവേർട്ടർ മറ്റേ ലിഥിയം ബാറ്ററിയാ, മനസ്സിലായ? അപ്പൊ അതിന് വേണ്ടിട്ടാ അത് വെച്ചപ്പോ ഇത് താങ്ങുന്നില്ല. 2002 വാട്ട്സ് ആണ് ഈ ഇതിന് മാത്രം, PC-ക്ക് മാത്രം. എനിക്ക് ഒരു സഹായം ചെയ്യണം നിങ്ങള്. അതാണ് പ്രശ്നം. മിണ്ടാതിരി, എല്ലാരും കേക്കുന്നു. എടാ ഒന്ന് അണ്ണന്റെ ലിഥിയം ബാറ്ററി എന്നൊക്കെ നാട്ടുകാർ മൊത്തം അറിഞ്ഞു. എടാ ഒന്ന് വെളിയിൽ ഇറക്കടാ, വാ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങാം, വാ. ഇത് എന്ത് ഈ ചന്ദ്രൻ പോലെയാടി. വാ വാസുണ്ട. F8 അടിച്ചിട്ട് പുറത്തു പോയാലും കേക്കും. എടാ ഞാനൊരു കാര്യം പറയട്ടെടാ, അതിനകത്ത് വേറെ എന്തെങ്കിലും പ്ലേ ചെയ്യടാ, ആരുടെയെങ്കിലും ലൈവോ ഏതെങ്കിലും തുണ്ട് വീഡിയോ എല്ലാം. ഫങ്ഷൻസ് ഒക്കെ സബ്ഗുരു ലൊക്കേഷൻ അറിയോ? സബ്ഗുരു എങ്ങോട്ടാ പോണ്ടേ? എന്തോ ഞാൻ അറേഞ്ച് ചെയ്യണോ? ഇല്ല, ഞങ്ങൾ വണ്ടി പൊക്കോളാം. അറേഞ്ച് ചെയ്യണമെങ്കിൽ ഹെലി മാത്രമേ എത്തത്തുള്ളൂ. എന്നാ ഒരു ഹെലി അറേഞ്ച് ചെയ്തേരും. ഒരു 2-3 ഹെലി. നിന്റെ സന്ദേഹമില്ല കൊച്ചിപ്പോ പറഞ്ഞത്. ഹർലിൻ പോയി. എടാ എന്റെ ഹർലിൻ ആരാടാ കൊണ്ട് പാർക്ക് ചെയ്തത്? അവിടെ എക്കോ ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണേ. വേറെ ഏതോ പെണ്ണിന്റെ ലൈവിന്റെ ലിങ്ക് എടുത്ത് പ്ലേ ചെയ്ത് കേട്ടാ. വാ വാ വാ. ദാ 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 ദാ. ചന്ദ്ര ഇങ്ങോട്ട് പോടാ. 7097 കിച്ചു ഇവരെ കൊണ്ട് പോയി കേട്ടോ, ഇവരെ കൊണ്ട് പോയി. ആ ഉണ്ട് 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 ഉണ്ട്. നിങ്ങളെ കൊണ്ട് സേഫ് ആയിട്ട് എത്തിക്കോളൂ. കേറണില്ലല്ലോ എന്റെ അകത്ത്. അത് കുറച്ചു വെയിറ്റ് ചെയ്താൽ പറഞ്ഞോ. നമുക്ക് വേറെ പോകാം. കോലീഡറോ? ആരാ കോലീഡർ? കേവിയുടെ കൺഗ്രാറ്റ്സ് ഹോക്കി as our new എവിടെ CP ലീഡറോ? വെൽക്കം ഹോക്കി അണ്ണൻ ആസ് KVA ന്യൂ കോ-ലീഡർ ഹോക്കി. ഹലോ, 1111 ഞങ്ങളെ വണ്ടി എടുത്ത് കോഡിംഗ് ചെക്ക് ചെയ്യും. അറിഞ്ഞൂടാ, പുള്ളി ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതാ അതേതാ സെയിം കോഡിംഗ് ക്രാക്ക് ചെയ്യുന്നു. എന്തോടാ കേട്ടില്ല. പിന്നെ ഏതോ സർപ്രൈസ്. എടാ ഇവിടെ ആരാണ്ടൊക്കെ കോച്ച് 1 സെക്കൻഡ്, കോച്ച് 1 സെക്കൻഡ്. ഇല്ല ഇന്നും ഇത് ഷോപ്പ് ഗുരു ലെറ്റ്സ് പ്ലേ. അതെ അതെ. ഹലോ കോച്ച്, ഹലോ. ഫോണിൽ കേൾക്കുന്നില്ല. ഹലോ കോച്ച് 1 സെക്കൻഡ്. എടാ എന്തോടാ പറയണേ? എടാ കീരി
അളിയ ഒരു ദിവസം 5 ഇനാഗുറേഷനും മറ്റേ ഒരു ഇതും പോലെ ഞാൻ മറ്റേ ഹണി റോസ് ഒന്നും അല്ല അളിയ. അണ്ണ ഇത് നമുക്ക് റെഗുലറായിട്ട് മേടിക്കണം. എന്തൊക്കെയാണ് അതെ ആ പറയടാ. അണ്ണ എന്തിനെ എന്നെ വിളിച്ചത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്? ഞാനത് കാണാൻ ഓടിക്കളച്ച് പുറത്തു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു എക്സൈറ്റഡ് ആയിട്ട് വിളിച്ചതല്ല, പരിപാടിക്ക് പോകാൻ വിളിച്ചതാ. ഞാൻ വിചാരിച്ചു സാബുക്കുരി എനിക്ക് എന്തിനാ വണ്ടിയോ എന്തോ വെച്ചോണ്ട് വിളിക്കണായിരിക്കും. വണ്ടി തരാൻ വേറെ റിസർവ്ഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട് വണ്ടി കൊടുക്കാൻ.